പിന്നാരെ ഡോക്ടറെ, എൻ്റെ മോക്ക് മഞ്ഞപ്പിത്താണ്. ഓളെ ശരീരത്തിൽ മുഴുവനും ചൊറിച്ചിലോട് ചൊറിച്ചിലാണ്. എന്ത് ഡോക്ടറെ, മഞ്ഞപ്പിത്തമുള്ളവർക്ക് ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകുമോ? അതോ വല്ല അലർജി കൊണ്ടാണോ? മഞ്ഞപ്പിത്തമുള്ളവർക്കും ചൊറിച്ചിലുണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം താറുമാറാവുകയാണ്. ഈ പ്രവർത്തനം താറുമാറാവുമ്പം എന്തൊക്കെ അവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക? ബിലിറൂബിന്, പിന്നെ ബൈൽ സാൾട്ട്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ ശരിക്ക് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ലിവറിന് ആ ഒരു സമയത്ത് സാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഒരു ബോഡി ഗാർഡിനെ പോലെ നമ്മുടെ ലിവർ ഇതിനെയൊക്കെ അവിടുന്ന് ആക്രമിച്ച് കീഴടക്കി നശിപ്പിച്ചിട്ട് അങ്ങ് വിടുകയാണ് ചെയ്യുക. ഈ ലിവറിൻ്റെ ആരോഗ്യം മോശമാകുന്ന സമയത്ത് അത് സംഭവിക്കുന്നില്ല. ഇവർ വെക്കേഷൻ ലീവിന് പോവുക ചെയ്യുക. അല്ല, ഞാനൊരു ഉപമ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എന്താവും? ഈ ബിലിറൂബിന് നമ്മുടെ രക്തത്തിലൊക്കെ അങ്ങോട്ട് അതിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിറൂബിൻ്റെ അളവ് കൂടി കിട്ടുക എന്ന് പറഞ്ഞു. ഈ ബിലിറൂബിനും ബൈൽ സാൾട്ടിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു ചൊറിയന്മാരായിട്ടുള്ള അതിഥികളാണ്. നമ്മുടെ ശരീരത്തിൽ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പം ഇത് നമ്മുടെ സ്കിന്നിലുമായിട്ട് സമ്പർക്കമാകുമ്പോൾ എന്താവും? സ്കിന്നിന് അങ്ങോട്ട് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിക്കുമ്പോൾ സ്കിൻ എന്ത് ചെയ്യും? ചൊറിച്ചിലായിട്ട് അതിനോട് പ്രതികരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ബിലിറൂബിൻ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഡിസ്കോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആണ് എന്തുണ്ടാക്കുന്നത്? ഈ ചൊറിച്ചിലായിട്ട് പ്രകടിപ്പിക്കുന്നത്. അതിന് നമ്മൾ അലർജിൻ്റെ ഗുളിക കഴിച്ചോണ്ടൊന്നും അത് കുറയുമെന്ന് തോന്നുന്നില്ല. വേണമെങ്കിൽ ഒരു കലാമിൻ ലോഷനൊക്കെ പുരട്ടിയിട്ട് ചെറിയ ആശ്വാസം കൊടുക്കാം. മഞ്ഞപ്പിത്തം ചികിത്സിച്ച് ഭേദമാവുക എന്നുള്ളതാണ് മുമ്പുള്ള സൊല്യൂഷൻ. അതിൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. ഈ ഡിസ്കോ ഡാൻസറെ എന്തായാലും അതും നമ്മൾ വന്ന അതിഥി മാത്രമാണ്. കുറച്ച് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു പോകും. ഈ ബിലിറൂബിൻ കുറയുന്നതിനനുസരിച്ച്, അസുഖം ഭേദമാകുന്നതിനനുസരിച്ച് ഈ ചൊറിച്ചിലും ബായ് എന്ന് പറയേണ്ടി വരും.